Hi friends, welcome back to Jay's Recipes. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഇലയടയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇലയട. അപ്പോൾ ഇത് ഞാൻ ശർക്കര വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഓട്ടടയും ഞാൻ കാണിക്കുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള അടയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് പിന്നെ രാവിലെ ഉണ്ടാക്കി വെച്ച വൈകിട്ട് വരെ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒട്ടും ബലമൊന്നും വരില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് വേഗം പോയി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കണം. ഞാൻ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല വൃത്തിയുള്ള ശർക്കരയാണ്. അത് കാരണം ഞാൻ ഇപ്പോൾ അഴുക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അഴുക്കുള്ള ശർക്കര വെച്ചാൽ ആദ്യം ഒന്ന് പാനിയാക്കിയിട്ട് അഴുക്ക് മാറ്റിയിട്ട് പിന്നെ അത് സിറപ്പാക്കി മാറ്റിയാൽ മതി. ഇനി ഇത് ഇപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുകിയിട്ട് കുറുകി വരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. ഞാനൊരു 1/4 കപ്പ് നാളികേരമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു വലിയ പിടി അവൽ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല മട്ട അരിയുടെ നല്ല അവലാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വൈറ്റായ അവലായാലും ചേർക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പഴമാണ് ചേർക്കുന്നത്. ഒരു പഴം ഇങ്ങനെ അരിഞ്ഞിട്ട് ചേർക്കുകയാണ്. അതിപ്പോൾ ഞാൻ ചേർക്കുന്നത് റോബസ്റ്റ പഴമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നേന്ത്രപ്പഴം ചേർക്കാം, ചെറുപഴം ഉണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം. ഇപ്പോൾ റോബസ്റ്റ പഴമൊക്കെ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നേന്ത്രപ്പഴം ഞാൻ പറഞ്ഞില്ല, ഏത് പഴമാണ് ആയാലും കുഴപ്പമില്ല. ഒരു പഴമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം. നമുക്ക് നന്നായിട്ട് പിടിക്കണം. ആ ശർക്കര പഴത്തിലേക്കും അതുപോലെ തന്നെ നാളികേരത്തിലേക്കൊക്കെ നന്നായി പിടിച്ച് നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു എമൗണ്ട് കുറച്ച് അധികമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത്രയും അടയിലേക്ക് ഇത്രയും ശരിക്കും ആവശ്യമില്ല. ഇവിടെ പിന്നെ കുറച്ചൊക്കെ ഞാൻ കുട്ടികൾക്ക് ഇങ്ങനെ കട്ടോരിയിലാക്കിയിട്ട് അവർക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ മധുരം ഞാൻ കുറച്ച് കൂടുതൽ കൂട്ടുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിൻ്റെ അളവ് കുറയ്ക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിൽ. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും, അതായത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചേർത്തോളൂ. ഒരു 1/4 ടീസ്പൂൺ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അത് ശർക്കരയുടെ അളവ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറയ്ക്കാം. പിന്നെ ഇത്രയും എമൗണ്ട് ഫില്ലിങ് വേണ്ട, കുറച്ചിട്ട് നിങ്ങൾ ഫില്ലിങ് ഉണ്ടാക്കിക്കോളൂ. ഞാൻ പറയില്ലേ, എക്സ്ട്രാ കുറച്ച് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളത്തിൽ ഞാനൊരു 1.5 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. 1 മണിക്കൂറായാലും മതി കേട്ടോ. 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ടേക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കുതിർന്ന് കിട്ടും. എന്നിട്ട് ഇത് ആ വെള്ളത്തിൽ നിന്ന് ഞാൻ ഇതിലേക്ക് പിന്നെ മിക്സിയുടെ ജാറിലേക്ക് വെക്കുകയാണ്. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരു ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അരച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആ കോരി എടുത്ത ആ അതിൽ നിന്നുള്ള 1-2 സ്പൂണ് വെള്ളം കൊണ്ട് മാത്രമേ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടല്ലോ, അത് നല്ല അരച്ചെടുത്തു. ഈ ഒരു പരുവായിരിക്കണം കേട്ടോ. ഇതിൽ കൂടുതൽ ലൂസാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ആ കോരി എടുക്കുമ്പോൾ ഇടയിൽ കുറച്ചൊരു വെള്ളം ഉണ്ടാവുമല്ലോ, ആ വെള്ളം മതി ഇത് അരച്ചെടുക്കാൻ. നമ്മൾ അറിയാതെ പോലും കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മൊത്തം അത് ലൂസായി പോവും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് വീണ്ടും പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇല ഞാനിത് ഗ്യാസ് ഫ്ലെയിമിൻ്റെ മീതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ഇട്ടിട്ടുണ്ട്, പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി അല്ലാച്ചാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഇതിലേക്ക് ഒഴിക്കുക. ഇപ്പം നിങ്ങൾ ഈ കൺസിസ്റ്റൻസി ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പം നമ്മൾ ആ കോരി എടുക്കുമ്പോഴത്തെ വെള്ളം മാത്രമേ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വേറെ വെള്ളം ചേർത്തിട്ട് അരയ്ക്കൊന്നും വേണ്ട. ഇത് ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കുക. മറ്റ് സാധാരണ നമ്മൾ അട കുഴച്ചിട്ട് അതിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടല്ലേ, അപ്പോൾ കുറച്ച് ടൈം എടുക്കും. പിന്നെ നമുക്കത് കുറച്ച് പണിയുള്ള കാര്യം. ഇതാവുമ്പോൾ അതൊന്നും വേണ്ട, വെറുതെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് അങ്ങോട്ട് പരത്തി കൊടുത്താൽ മതി. എളുപ്പമാണ് സംഭവം. ഇനി ഞാനിത് കുറച്ച് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല മധുരമുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ് കേട്ടോ ഫില്ലിങ്. അപ്പോൾ അത് ഇതുപോലെ നമ്മളൊന്ന്
എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒരുപോലെ ആക്കിയിട്ട് ഞാൻ ഈ ഇതിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സൗകര്യം വെച്ചാൽ അതുപോലെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്തിരിക്കണു. ഇനി ഇത് ജസ്റ്റ് ഒന്നാണ് മടക്കി കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തൊലിച്ച് പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡിലൊന്ന് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക കേട്ടോ. കുറച്ച് ഗോതമ്പിൻ്റെ ആ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് തന്നെ വേണമെങ്കിൽ ഒന്ന് ഒട്ടിച്ച് വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതില്ലെങ്കിൽ ഇത് പുറത്തേക്ക് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ശർക്കര വെച്ചത് റെഡിയായി. അടുത്തത് ഞാൻ ഓട്ടട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അതായത് ഉപ്പുള്ള അട. അത് ശരിക്കും നമുക്ക് ചുട്ടെടുക്കാനും പറ്റും, ചീനച്ചട്ടിയിൽ ചുട്ടെടുക്കാനും പറ്റും. ഞാനിപ്പോൾ ഇത് ഒന്നിച്ച് എന്താ പറയുക സ്റ്റീം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് വെറുതെ കുറച്ച് വെള്ളം തളിച്ചിട്ട് ചുട്ടെടുക്കുക വെച്ചാൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ച് മാവൊന്ന് മാറ്റി നല്ല കനം കുറച്ചിട്ട് പരത്തണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടക്കി നമ്മൾ പരത്തുമ്പോൾ കട്ടി കൂടരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല കനം കുറച്ചിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ആ ഇല ഇങ്ങനെ കുറേശ്ശെ കാണുന്നില്ല, അപ്പോൾ അതേപോലെ കനം കുറച്ചിട്ട് പരത്തുക. ഞാൻ നാളികേരം ഇതിൽ വെതറി കൊടുക്കുകയാണ്. ഈ നാളികേരത്തിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ആ ആട്ടയിൽ ചേർത്ത ഉപ്പ് അത്ര അധികം ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ നാളികേരത്തിൽ കുറച്ച് ഉപ്പ്, നമുക്ക് ആവശ്യമുള്ള ഉപ്പ് മിക്സ് ചെയ്യുക. ഉപ്പ് കൂടി പോകരുത്. എന്നിട്ട് ആവശ്യത്തിലുള്ള നാളികേരം 1-2 ടേബിൾ സ്പൂൺ നാളികേരം നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ള വെച്ചാൽ അത്ര വെച്ചിട്ട് ഇതേപോലെ തന്നെ അത് മടക്കുക. ഇപ്പോൾ ഓട്ടടയും ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള ഇതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ ശേഷം കാണിക്കാം കേട്ടോ. ഇപ്പോൾ എല്ലാ അടയും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് ഫില്ലിങ്ങും ബാക്കി വന്നു കേട്ടോ. അത് ഞങ്ങൾ അങ്ങനെ തന്നെ അതുകൊണ്ട് കഴിക്കും. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ അങ്ങനെ തന്നെ കൊടുത്താൽ അവർ കഴിക്കും. ഇഡ്ഡലി പാത്രം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആവി വരാൻ തുടങ്ങിയതിൻ്റെ ശേഷം മാത്രം നമ്മൾ അതിലേക്ക് അട വെച്ച് കൊടുക്കുക. അല്ലാതെ മുന്നേ അട വയ്ക്കരുത് കേട്ടോ. അപ്പോൾ അത് സ്റ്റീം വരാൻ തുടങ്ങി, അപ്പോൾ അതിലേക്ക് അട വയ്ക്കുക. അപ്പോൾ ഞാൻ 2 ലെയറായിട്ടാണ് വെക്കുന്നത്, ഒന്നിച്ച് എല്ലാം കൂടി വെക്കുന്നില്ല. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ നന്നായിട്ട് സ്റ്റീം വരാൻ തുടങ്ങും. അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് വേവിക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ ഇതാ അടയൊക്കെ റെഡിയായി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടയൊക്കെ റെഡി ആയിരിക്കുന്നു. ഇനി ഇതൊന്ന് എടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും. ഇത് നമ്മൾ കുറേ കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഇരിക്കും. ഒട്ടും നമുക്കിത് കുറച്ച് കഴിഞ്ഞാൽ ഹാർഡാവണ പ്രശ്നമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നുറുക്ക് ഗോതമ്പ് നല്ല ചൂടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായി മാറും. ഞാൻ ഇതിന് മുന്നേ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരുപാട് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. പായസമുണ്ട്, ഹൽവ ഉണ്ട്, സ്വീറ്റ്സ്, സ്നാക്സ്, അതൊക്കെ നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കൂ. ഞാൻ നുറുക്ക് ഗോതമ്പിൻ്റെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറിയിട്ട് ആ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. ബ്രോക്കൺ വീറ്റ് റെസിപ്പീസ് അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് റെസിപ്പീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശർക്കര അടയും ഓട്ടടയും രണ്ടും റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ശർക്കര ഇട്ടത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കണ്ടില്ലേ, നല്ല ഫില്ലിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക് യു.